ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. യൂദിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം. നേരം വൈകിയതിനാൽ അവന്റെ അടിമകൾ പിൻവാങ്ങാൻ തിടുക്കം കൂട്ടി. ബഗോവാസ് തന്റെ യജമാനന്റെ സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെളിയിലാക്കി കൂടാരം പുറത്തുനിന്ന് അടച്ചു. വീഞ്ഞു സൽക്കാരം ഏറെ നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവരെല്ലാവരും തങ്ങളുടെ കിടക്കറകളിലേക്ക് പോയി. കൂടാരത്തിൽ യൂദിത്ത് മാത്രം അവശേഷിച്ചു. ഹോളോഫർണസ് തന്റെ കിടക്കയിൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി കിടക്കുകയായിരുന്നു. ശയനമുറിയുടെ പുറത്തു നിൽക്കാനും താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തിരിക്കാനും യൂദിത്ത് തന്റെ ദാസിയോട് ആവശ്യപ്പെട്ടു. എന്തെന്നാൽ തന്റെ പ്രാർത്ഥനയ്ക്കായി പുറത്തു പോകുമെന്ന് അവൾ പറഞ്ഞിരുന്നു. അതേ കാര്യം അവൾ ബഗോവാസിനോടും പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവന്റെ പക്കൽ നിന്നു പോയി. ചെറിയവനോ വലിയവനോ ആരും ശയനമുറിയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവന്റെ കിടക്കയ്ക്കടുത്ത് നിന്നുകൊണ്ട് തന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു. സർവശക്തനായ ദൈവമായ കർത്താവേ, ഇപ്പോൾ ജെറുസലേമിന്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എൻ്റെ കരങ്ങളുടെ പ്രവൃത്തി അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ ഉയർന്ന ശത്രുക്കളെ നശിപ്പിക്കുവാനുമുള്ള എൻ്റെ പദ്ധതി നടപ്പാക്കാനുമുള്ള അവസരമാണിത്. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്ത് ഹോളോഫർണസിന്റെ തലയ്ക്കലുണ്ടായിരുന്ന അവന്റെ വാൾ അവിടെ നിന്നെടുത്തു. അവൾ കിടക്കയ്ക്കടുത്തു ചെന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഈ ദിനം എന്നെ ശക്തിപ്പെടുത്തണമേ. അവൾ തന്റെ സർവശക്തിയോടെയും അവന്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി ശിരസ് അവനിൽ നിന്ന് വേർപെടുത്തി. എന്നിട്ട് അവൾ അവന്റെ ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടിയിട്ടു. മേൽക്കട്ടി തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു വന്ന് ഹോളോഫർണസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് തന്റെ ഭക്ഷണ സഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും തങ്ങളുടെ പതിവ് പോലെ പ്രാർത്ഥനയ്ക്കായി പുറത്തേക്ക് പോയി. അവർ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി ബത്തൂലിയായ്ക്കുള്ള മല കയറി അതിന്റെ കവാടങ്ങളിലെത്തി. യൂദിത്ത് ദൂരെ വച്ചു തന്നെ കവാടങ്ങളിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കുവിൻ, വാതിൽ തുറക്കുവിൻ. ഇന്ന് അവിടുന്ന് ചെയ്തതുപോലെ തന്നെ ഇസ്രായേലിൽ പ്രാബല്യവും ശത്രുക്കൾക്കെതിരെ ശക്തിയും പ്രകടിപ്പിക്കാൻ നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോടുകൂടെയുണ്ട്. അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ നഗര കവാടത്തിലേക്ക് തിടുക്കത്തിലിറങ്ങിച്ചെന്ന് നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. വലിപ്പ ചെറുപ്പം കൂടാതെ അവരെല്ലാവരും ഒന്നിച്ചോടി. കാരണം അവളുടെ തിരിച്ചുവരവ് അവർക്ക് അവിശ്വസനീയമായിരുന്നു. അവർ വാതിൽ തുറക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തു. വെളിച്ചത്തിനു വേണ്ടി അവർ തീ കൂട്ടുകയും അവർക്ക് ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അവരോട് ഉച്ചസ്വരത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, സ്തുതിക്കുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ തകർത്തവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തല പുറത്തെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ ശിരസ്. ഇതാ, ഈ മേൽക്കട്ടിയുടെ കീഴിലാണ് അവൻ മദ്യലഹരിയിൽ ഉന്മത്തനായി കിടന്നത്. ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ പ്രഹരിച്ചു. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണേ, എൻ്റെ മുഖമാണ് അവനെ നാശത്തിന്റെ ചതിയിൽ വീഴ്ത്തിയത്. മലിനകരവും അപമാനിതവുമായ പാപപ്രവൃത്തി അവൻ എന്നോടൊത്തു ചെയ്തിട്ടില്ല. ജനമെല്ലാം ഏറെ അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ജനത്തിന്റെ ശത്രുക്കളെ ഈ ദിവസം അങ്ങ് നിന്ദ്യരാക്കി. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമി മുഴുവനിലെയും എല്ലാ സ്ത്രീകളിലും വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും നമ്മുടെ ശത്രു നേതാവിന്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നിനക്കുണ്ടായ പ്രത്യാശ വിട്ടുപോവുകയില്ല. ഇവ നിനക്ക് ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ.
അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ജനം അപമാനിതരായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് നമ്മുടെ നാശം ഇല്ലാതാക്കി. ജനമെല്ലാം ഉദ്ഘോഷിച്ചു, അങ്ങനെയാകട്ടെ, അങ്ങനെയാകട്ടെ. യൂദിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം. യൂദിത്ത് അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. ഈ തലയെടുത്ത് ഇത് നിങ്ങളുടെ കോട്ടമതിലിൽ തൂക്കിയിടുവിൻ. പ്രഭാതമായി സൂര്യൻ ഭൂമിയുടെ മേൽ ഉദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യുദ്ധോപകരണങ്ങൾ എടുക്കണം. വീരന്മാരെല്ലാവരും തങ്ങൾക്കായി ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് അസീറിയരുടെ പുറം താവളത്തിനെതിരെ സമതലത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ഭാവേന പട്ടണത്തിന് പുറത്തു കടക്കണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് തങ്ങളുടെ പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ വിളിച്ചുണർത്തും. അവർ ഉടനെ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് ഓടുകയും ചെയ്യും. പക്ഷേ അവർ അവനെ കണ്ടെത്തുകയില്ല. അപ്പോൾ അവർ ഭയവിവശരാവുകയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിന്റെ ഓരോ അതിർത്തിക്കുള്ളിലും വസിക്കുന്ന എല്ലാവരും പിന്തുടർന്ന് ചെന്ന് അവരുടെ വഴിയെ അവരെ കീഴ്പ്പെടുത്തണം. എന്നാൽ ഇവ ചെയ്യുന്നതിനു മുൻപ് അമോന്യനായ ആഖിയോറിനെ എൻ്റെ അടുത്ത് വിളിക്കുക. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന വിധം നമ്മുടെ പക്കലേക്ക് അവനെ അയച്ചവനുമായ ഇവനെ അവൻ കണ്ടു തിരിച്ചറിയട്ടെ. അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ യൂദിത്തിന്റെ പാദത്തിൽ വീണ് അവളെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, യൂദായുടെ കൂടാരങ്ങളിലെല്ലാം നീ വാഴ്ത്തപ്പെടട്ടെ. ഏതു ജനതയിലും നിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സ്തബ്ധരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞാലും. താൻ ഇറങ്ങിപ്പുറപ്പെട്ട ദിവസം മുതൽ അവരോട് സംസാരിക്കുന്നതുവരെ താൻ ചെയ്തവയെല്ലാം ജനത്തിന്റെ മധ്യേ വെച്ച് അപ്പോൾ യൂദിത്ത് അവനോട് വിവരിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം അത്യുച്ചത്തിൽ ആർപ്പു വിളിക്കുകയും തങ്ങളുടെ നഗരത്തിൽ ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്തതെല്ലാം കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും തന്റെ അപരിച്ഛേദിത ശരീരത്തിൽ പരിച്ഛേദനം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ഈ ദിവസം വരെയും ഇസ്രായേൽ ഭവനത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോളോഫർണസിന്റെ ശിരസ് മതിലിൽ കെട്ടിത്തൂക്കി. ഓരോ ആളും തന്റെ ആയുധമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയക്കാർ അവരെ കണ്ട് തങ്ങളുടെ നേതാക്കന്മാരുടെ പക്കലേക്ക് വിവരമെത്തിച്ചു. അവർ സൈന്യാധിപന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും എല്ലാ പടത്തലവന്മാരുടെയും പക്കലേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലെത്തി. അവർ അവന്റെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരനോട് പറഞ്ഞു, നമ്മുടെ യജമാനനെ ഉണർത്തുക. ഇതാ, തങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും വിധം ആ അടിമകൾ നമുക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഭഗോവാസ് അകത്ത് പ്രവേശിച്ച് കൂടാരവാതിലിൽ മുട്ടി. എന്തെന്നാൽ അവൻ യൂദിത്തിന്റെ കൂടെ ശയിക്കുകയാണെന്നത്രേ അയാൾ കരുതിയിരുന്നത്. ആരും കേൾക്കുന്നില്ലെന്നായപ്പോൾ അയാൾ വാതിൽ തുറന്ന് ശയനമുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവൻ ചേതനയറ്റ് തറയിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നതാണ് അയാൾ കണ്ടത്. അവന്റെ ശിരസ് മുറിച്ചെടുക്കപ്പെട്ടിരുന്നു. അയാൾ വലിയ സ്വരത്തിൽ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും അത്യുച്ചത്തിൽ അലറിക്കരയുകയും തന്റെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. അയാൾ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലേക്ക് ചെന്നു. അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ജനത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ വിഡ്ഢികളാക്കിയിരിക്കുന്നു. ഹെബ്രായരിൽ നിന്ന് ഒരു സ്ത്രീ നബുക്കദ്നേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ, ഹോളോഫർണസ് ശിരസറ്റ് നിലത്ത് കിടക്കുന്നു. ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ അസീറിയൻ സൈന്യാധിപന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറുകയും അവരുടെ ആത്മാവ് ഏറെ പരിഭ്രാന്തമാവുകയും ചെയ്തു. പാളയമധ്യേ നിന്ന് അതിശക്തമായ നിലവിളിയും മുറവിളിയും ഉണ്ടായി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം. ആ വർഷം യൂദാ രാജാവായ സെദേക്കിയായുടെ ഭരണത്തിന്റെ ആരംഭത്തിൽ 4-ാം വർഷം 5-ാം മാസം ആസൂറിന്റെ പുത്രനും ഗിബയോണിൽ നിന്നുള്ള പ്രവാചകനുമായ ഹനനിയ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും സകല ജനത്തിന്റെയും മുമ്പിൽ വെച്ച് ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു,
ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർത്തു കളഞ്ഞിരിക്കുന്നു. ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ ഈ സ്ഥലത്തു നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ കർത്തൃഭവനത്തിലെ എല്ലാ ഉപകരണങ്ങളും ഇനിയും 2 വർഷക്കാലത്തിനകം ഞാൻ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യക്കോണിയായെയും ബാബിലോണിലേക്ക് പോകുന്ന യൂദായിലെ എല്ലാ വിപ്രവാസികളെയും ഞാൻ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. തീർച്ചയായും ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർക്കും. കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലും കർത്താവിന്റെ ആലയത്തിൽ കൂടിയിരുന്ന ജനം മുഴുവന്റെയും മുമ്പാകെയും ഹനനിയ പ്രവാചകനോട് സംസാരിച്ചു. ജെറമിയ പ്രവാചകൻ പറഞ്ഞു, ആമേൻ, കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. കർത്താവിന്റെ ഭവനത്തിലെ ഉപകരണങ്ങളും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും എന്ന് നീ പ്രവചിച്ച നിന്റെ വാക്കുകൾ കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാൻ ഇപ്പോൾ നിന്റെയും ജനം മുഴുവന്റെയും മുമ്പാകെ പറയുന്ന ഈ വചനം കേട്ടാലും, എനിക്കും നിനക്കും മുമ്പ് പണ്ടുമുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങളോടും പ്രബല രാഷ്ട്രങ്ങൾക്കെതിരായും യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് ആ പ്രവാചകന്റെ വാക്ക് നിറവേറുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് അത് ഒടിച്ചു കളഞ്ഞു. ജനം മുഴുവന്റെയും മുമ്പാകെ ഹനനിയ ഇപ്രകാരം പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ നുകം 2 വത്സരത്തിനകം ഇങ്ങനെ തന്നെ ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമിയ പ്രവാചകൻ തന്റെ വഴിക്ക് പോയി. ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ നുകം ഒടിച്ചു കളഞ്ഞതിനു ശേഷം ജെറമിയാക്ക് ഇപ്രകാരം കർത്താവിന്റെ വചനമുണ്ടായി. ചെന്ന് ഹനനിയായോട് ഇപ്രകാരം പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, തടിനുകങ്ങൾ നീ ഒടിച്ചു കളഞ്ഞു, പക്ഷേ അവയ്ക്ക് പകരം ഇരുമ്പു നുകങ്ങൾ നീ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിനെ സേവിക്കുന്നതിന് ഈ ജനതകളുടെയെല്ലാം കഴുത്തിൽ ഞാൻ ഇരുമ്പു നുകം വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും. വയലിലെ ജീവജാലങ്ങളെ പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, ഹനനിയ, ശ്രദ്ധിച്ചാലും കർത്താവ് നിന്നെ അയച്ചില്ല, എങ്കിലും നീ ഈ ജനത്തെ വ്യർത്ഥതയിൽ ആശ്രയിക്കാനിടയാക്കി. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ നിന്നെ ഞാൻ ഭൂമുഖത്തു നിന്ന് പറഞ്ഞയക്കുന്നു. ഈ വർഷം നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെതിരെ ധിക്കാരം സംസാരിച്ചിരിക്കുന്നു. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം. ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനമുണ്ടായി. പൗലോസിനെയും മറ്റു ചില തടവുകാരെയും സെബാസ്തേ സൈന്യവിഭാഗത്തിന്റെ ശതാധിപനായ ജൂലിയോസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്രാമിത്തിയാത്തിൽ നിന്നുള്ള ഒരു കപ്പലിൽ കയറി. അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. തെസലോനിക്ക നിവാസിയായ മക്കെദോനിയക്കാരൻ അരിസ്താർക്കോസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സീദോനിലിറങ്ങി. പൗലോസിനോട് ജൂലിയോസ് ദയാപൂർവം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം അനുഭവിക്കുന്നതിനും അനുവദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിന്റെ മറ പറ്റിയാണ് പോയത്. കിലിക്കായുടെയും പാംഫീലിയായുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയായിലെ മീറായിലെത്തി. അവിടെ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ കണ്ട് ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങൾ കുറേ ദിവസം മന്ദഗതിയിലും പ്രയാസപ്പെട്ടും യാത്ര ചെയ്ത് ക്നീദോസിന് എതിരെ എത്തി. മുന്നോട്ടു പോകാൻ കാറ്റ് അനുവദിക്കായകയാൽ സൽമോനയുടെ എതിർവശത്തുകൂടെ ക്രേത്തയുടെ മറപറ്റി നീങ്ങി. അതിന്റെ തീരത്തിനടുത്തുകൂടെ പ്രയാസപ്പെട്ട് കപ്പലോടിച്ച് ശുഭതുറമുഖങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അതിനടുത്താണ് ലാസായ പട്ടണം. വളരെയേറെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ കപ്പൽ യാത്ര ചെയ്യുന്നത് അപകടകരവുമായിരുന്നു. ഉപവാസകാലവും കടന്നുപോയിരുന്നു. പൗലോസ് അവരെ ഉപദേശിച്ചു, മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല,
നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല, കപ്പിത്താനെയും കപ്പലുടമയെയുമാണ് കണക്കിലെടുത്തത്. ആ തുറമുഖം ശീതകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലാത്തതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെങ്കിൽ ഫേനേക്സിലെത്തി ശീതകാലം അവിടെ കഴിക്കണമെന്ന് മിക്കവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്രേത്തയിലെ ഈ തുറമുഖത്തിന്റെ വടക്കു പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു. തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യതപ്രായമായി എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി ക്രേത്തയുടെ തീരം ചേർന്ന് കപ്പലോടിച്ചു. എന്നാൽ പൊടുന്നനെ എവുറാക്കിലോ എന്ന് വിളിക്കപ്പെടുന്ന ചുഴലിക്കാറ്റ് അതിനെതിരെ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കാറ്റിനെ എതിർത്തു നിൽക്കാൻ കഴിയാഞ്ഞതിനാൽ ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്ത് അതിന്റെ ഗതിയനുസരിച്ച് നീങ്ങി. കൗദ എന്ന് വിളിക്കപ്പെടുന്ന ചെറുദ്വീപിന്റെ മറപറ്റി ഓടുമ്പോൾ ക്ലേശിച്ച് രക്ഷാനൗക നിയന്ത്രണാതീതമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടിയുറപ്പിച്ചു. സിർത്തിസിന്റെ മണൽത്തിട്ടയിൽ കപ്പൽ ഉറച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് കപ്പൽ പായകൾ താഴ്ത്തി. അങ്ങനെ കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഗ്രമായി ആടിയുലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിലെറിഞ്ഞ് ഭാരം കുറച്ചു. മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. കുറെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റടിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന എല്ലാ പ്രതീക്ഷയും നശിച്ചു. ഏറെ ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതായിരുന്നു. ക്രേത്തയിൽ നിന്ന് യാത്ര തിരിക്കാനേ പാടില്ലായിരുന്നു. എങ്കിൽ ഈ നഷ്ടവും അപകടവും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി ഉണ്ടാവുകയില്ല. എന്തെന്നാൽ എൻ്റെ ഉടയവനും ഞാൻ ആരാധിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട. സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ വേണം. ഇതാ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ മനുഷ്യരെ, ധൈര്യത്തോടെ ഇരിക്കുവിൻ. കാരണം എന്നോട് പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ദ്വീപിൽ ചെന്ന് പറ്റേണ്ടത് ആവശ്യമാണ്. 14-ാമത്തെ അർദ്ധരാത്രിയിൽ അദ്രിയ കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുമ്പോൾ അർദ്ധരാത്രിയോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി. അവർ ആഴം അളന്നപ്പോൾ 20 ആൾ താഴ്ചയെന്ന് കണ്ടു. കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും അളന്നപ്പോൾ 15 ആൾ താഴ്ചയെന്ന് കണ്ടു. കപ്പൽ പാറക്കെട്ടിൽ ഉറച്ചുപോയെങ്കിലോ എന്ന് ഭയന്ന് അവർ അമരത്തു നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാവികർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ട് കപ്പലിന്റെ അണിയത്തുനിന്ന് നങ്കൂരമിറക്കാൻ എന്ന ഭാവേന രക്ഷാനൗക കടലിലിറക്കി. പൗലോസ് ശതാധിപനോടും ഭടന്മാരോടും പറഞ്ഞു, ഇവർ കപ്പലിൽ തന്നെ നിൽക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭടന്മാർ രക്ഷാനൗകയുടെ കയർ മുറിച്ച് അത് കടലിലേക്ക് ഇറക്കി. പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ 14 ദിവസമായി വീർപ്പുമുട്ടി ഒന്നും ഭക്ഷിക്കാതെ കഴിഞ്ഞു പോരുകയാണല്ലോ. അതിനാൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് രക്ഷയാകും. നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുമ്പാകെ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചിട്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി. അവരും ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെ 276 പേരുണ്ടായിരുന്നു. മതിയാവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പ് കടലിലേക്കെറിഞ്ഞ് കപ്പലിന് ഭാരം കുറച്ചു. പ്രഭാതമായിട്ടും അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ല. എങ്കിലും മണൽത്തീരത്തോടു കൂടിയ ഒരു ഉൾക്കടൽ ശ്രദ്ധയിൽപ്പെട്ടു. കഴിയുമെങ്കിൽ അവിടെ കപ്പലടുപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി. പെട്ടെന്ന് ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു. കാറ്റിനനുസരിച്ച് പായ ഉയർത്തിക്കെട്ടി തീരത്തേക്ക് തിരിച്ചു. ഇരുവശങ്ങളിലും കടലുള്ള ഒരു സ്ഥലത്തേക്ക് കയറി കപ്പൽ മണ്ണിലുറച്ച് നിശ്ചലമായി. അണിയം തറഞ്ഞ് ഇളക്കാൻ പറ്റാത്തതായി. അമരം തിരമാലകളുടെ ശക്തിയാൽ തകർന്നുപോയി. തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം. പൗലോസിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ശതാധിപൻ
അവരെ ആ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു. നീന്താൻ കഴിവുള്ളവർ ആദ്യം ചാടിയും ബാക്കിയുള്ളവർ പലകകളിലോ കപ്പലിന്റെ കഷ്ണങ്ങളിലോ പിടിച്ചും കരപറ്റാൻ അവൻ ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിലെത്തി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.